ഒരിക്കലും പിണക്കം മറന്ന് ഒന്നിക്കില്ല എന്ന് കേരളക്കര മൊത്തമുള്ളവർക്കറിയാം. ദിലീപിനും കാവ്യയ്ക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് മഞ്ജുവിനും മീനാക്ഷിക്കും മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ നഷ്ടപ്പെട്ട മഞ്ജുവിന് അതിന് കാരണക്കാരായവരോട് പൊറുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ മനസ്സ് ഒന്നിനോടും യോജിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും കമൻറ്റുകളായി പറയുന്നത്. ദിലീപുമായി ഒരുമിച്ചുള്ള ഒരു സിനിമയെക്കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മഞ്ജുവിനോട് അവതാരകൻ ചോദിച്ചപ്പോൾ വേണ്ട, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് തടയിടുകയായിരുന്നു മഞ്ജു ചെയ്തത്. എന്നാൽ ഇപ്പോൾ ദിലീപും മഞ്ജുവും കാവ്യ മാധവനും ഒരുമിച്ചുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഒരുപാട് പേർ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. ദിലീപിനും കാവ്യയ്ക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മഞ്ജുവിനാണ് എല്ലാം നഷ്ടപ്പെട്ടത്, കൂടാതെ അവരുടെ മകൾക്ക് അമ്മയെയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇനി മഞ്ജുവിൻ്റെ ബുദ്ധിക്ക് വല്ല മാന്ദ്യം സംഭവിച്ചാലല്ലാതെ മറിച്ച് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇത്തരക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ 3 പേരും ഒന്നിച്ച് സിനിമ എത്തുന്നു എന്ന വാർത്ത പല്ലിശ്ശേരി പുറത്തുവിട്ടത്. ചിലരൊക്കെ ഇതിനുവേണ്ടി പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല്ലിശ്ശേരി ഇവരുമായി തർക്കിച്ചു എന്ന് പറയപ്പെടുന്നു. ഇവർ 3 പേരും ഒന്നിച്ചുള്ള സിനിമ എത്തുമെന്ന് ഒരു കൂട്ടരും എത്തില്ല എന്ന് പല്ലിശ്ശേരിയും ബെറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തോട് സംസാരിച്ചവർ പറഞ്ഞത് മീനാക്ഷിയുടെ വിവാഹം പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് മഞ്ജു വാര്യർ ഒന്നിൽ നിന്നും അകന്നു നിൽക്കാൻ സാധ്യതയില്ല എന്നാണ്. എല്ലാത്തിനോടും യോജിച്ച് നിന്നാൽ മീനാക്ഷിക്കൊപ്പം നിൽക്കാൻ മഞ്ജുവിനും സാധിക്കുമെന്ന്. ഈ കാരണങ്ങളാൽ കൊണ്ട് മഞ്ഞുരുകും പോലെ ഇവർക്കിടയിലുള്ള വൈരാഗ്യം ഉരുകിത്തീരുമെന്ന് ഒരുപക്ഷം ആളുകൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ എന്തൊക്കെ വാർത്തകൾ പുറത്തു വന്നാലും മഞ്ജുവിൻ്റെ വായിൽ നിന്ന് ഒരു വാക്കും